ഇന്നലെ രാത്രി വീട്ടുകാർ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു വന്നപ്പോൾ സമയം ഏകദേശം രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ട്, പുലർച്ചെ 2 മണി. അപ്പോൾ നേരം വൈകി ഉറങ്ങാൻ, എത്ര നേരം വൈകി ഉറങ്ങിയാലും ഒരു 6:30 ഞാൻ അലാം വെച്ച് എണീക്കൂട്ടാ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, നോമ്പിന് മുമ്പ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോമ്പിൻ്റെ ശേഷം പിന്നെ നോമ്പായിട്ട് അങ്ങനെ നിർത്തിയതേന്. അതിൻ്റെ ശേഷം വയറൊക്കെ ചാടി പിന്നെ വീണ്ടും എക്സസൈസ് തുടങ്ങിട്ടാ. അങ്ങനെ കുറച്ച് ടൈം, ഒരു 3/4 മണിക്കൂറോളം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്തോ മാതിരിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്നു, പിന്നെ നോമ്പായിട്ട് നിർത്തിയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞു തോന്നുന്നു നോമ്പ് കഴിഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത്, അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നട്ട്സ്, അജ്വ, ഈത്തപ്പഴം, അതുപോലെ ബദാം, പിസ്ത, ഉണക്കമുന്തിരി, അത്തിപ്പഴം, ഇതൊക്കെ ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെക്കട്ടെ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ, നേരത്തെ കണ്ടില്ല, രാത്രി വെള്ളത്തിലിട്ടിച്ച് രാവിലെ ഒന്ന് കുതിർന്ന് ഈ ഒരു കോലത്തിലാവട്ടോ. നല്ല അടിപൊളി, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടും. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഇന്നലെ ഡ്രസ്സൊക്കെ അലക്കി വാഷിംഗ് മെഷീനിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി. അതിന് ശേഷം ഒന്ന് ഉണങ്ങിയപ്പോൾ രാവിലെ റൂമിലായാലും വിരിച്ചിട്ടിട്ടോ. അങ്ങനെ പുറത്ത് പോയിക്കാണ്ട് ഒന്ന് രണ്ട് ചെടികളുണ്ട്. അപ്പോൾ എന്തൊരു വള്ളിച്ചെടിയാണ്. അപ്പോൾ അതിനൊക്കെ വെള്ളം പാർന്ന്, വീട്ടുകാരൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ അതിന് വെള്ളം പാർന്നതിന് ശേഷം ഉച്ചക്കൊക്കെ വേണ്ട ഫുഡ് വേണം. അപ്പോൾ അതിൻ്റെ പാത്രം മെസ്സ് കൊണ്ടുപോയി വെച്ചെടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അത് മെസ്സ് വെച്ച് തിരിച്ചു വന്ന് വണ്ടി കയറി. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 9:30 കേട്ടോ. അപ്പോൾ ഇതൊരുത്തം പണി തന്നിക്കാണ്ട് പോയതാണ്. വണ്ടി ഞാൻ പാർക്ക് ചെയ്തിനടുത്ത് ഏതോ ഒരുത്തന്നെ റിവേഴ്സ് എടുത്ത് കണ്ട് വണ്ടിൻ്റെ ഇവിടെ തട്ടിച്ചിരിക്കണം. ഓൻ പോയിക്കണോ, എൻ്റെ ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് പോവാണ്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ടു വൈബ് ഓഫ് MJ. എന്തൊക്കെ വിശേഷങ്ങൾ, സുഖമല്ലേ? അപ്പോൾ വർക്ക്ഷോപ്പ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം വീട്ടുകാർ ഇവിടെ ഇല്ല. ഒരു ഇവിടെ പോയത്, മിസ്ർ പോയത്, ഈജിപ്ത് പോയത്. അപ്പോൾ അവർ വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോൾ അവരെ ഫ്രീ ആയി കയറാം. അപ്പോൾ ഇങ്ങനെ ചില്ലറ പരിപാടിയും കാര്യങ്ങളൊക്കെ അടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ഈ പോകേണ്ടത്, ഞാൻ നാളെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ആ വർക്ക്ഷോപ്പിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ പിന്നെ മക്ക ജിദ്ദ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ടൈമിൽ ഭയങ്കര ബ്ലോക്ക് കയറും. ഒന്നാമത് ആളുകളൊക്കെ വർക്കിന് പോകുന്ന ടൈമും കാര്യങ്ങളും, പിന്നെ കോളേജ്, മദ്രസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നല്ല തിരക്കുള്ള ടൈം കയറും. ഇത് 100 സ്പീഡിൻ്റെ ട്രാക്കാണ് കേട്ടോ. പക്ഷേ ഇതിൽ കൂടെ ഈ ടൈമിൽ പോകുമ്പോൾ എങ്ങനെ ആയാലും ഒരു 50-40 ഈ ഒരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ചിലപ്പം നിർത്തി പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ബ്ലോക്കുള്ള ടൈമായി കയറി ഈ ടൈം. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ കാണാം, വലിയ വണ്ടിക്കാരും ഇപ്പോൾ ഈ ടൈമിൽ അത്യാവശ്യം ഉണ്ട്. സാധാരണ ഈ ടൈമിൽ ഇത്ര തോനെ വണ്ടിക്കാർ ഉണ്ടാവില്ല കേട്ടോ, വലിയ വണ്ടിക്കാർ. ഇന്നിപ്പോൾ എന്താന്നാവും, ഫുള്ള് ഒരുപാട് ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച, ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, അതായത് ഞാനൊരു വീഡിയോ കണ്ടു. ഇപ്പോൾ നാട്ടിൽ NH66 വർക്ക് നടക്കുകയല്ലേ. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. അതിലൊരു പിന്നെ നമ്മളെ നാട്ടിലെ ഈ വിദേശത്ത് ജോലി ചെയ്തവർക്കും വിദേശത്ത് വണ്ടി ഓടിച്ചവർക്കൊക്കെ ഒരു ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ നാട്ടിൽ മാത്രം വണ്ടി ഓടിച്ചവർക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഈ കാര്യം ഒരുപാട് നിയമലംഘനങ്ങളാണ്. ഇപ്പോൾ കാററ്റൊക്കെ പോണത് ആ വീഡിയോയിൽ കണ്ടാൽ, കാറിൻ്റെ 2 ടയർ ഒരു ട്രാക്കിലും 2 ടയർ മറ്റു ട്രാക്കിലും, അതായത് ലൈന് വണ്ടിൻ്റെ നടുവ് കൂടെയാണ് പോണത് ആ രീതിയിൽ. അതുപോലെ പിന്നെ സ്ലോവിൽ ഫാസ്റ്റിൽ പോകേണ്ട ട്രാക്കിലൂടെ സ്ലോവിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് നമുക്ക് കണ്ടാൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ ഈ വലിയ വണ്ടിക്കാർ, അതേമാതിരി സ്ലോവിൽ പോകുന്ന വണ്ടിക്കാരൊക്കെ റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ ട്രക്കൊക്കെ പതുക്കെ പോണ വണ്ടിയാണ്, അതൊക്കെ റൈറ്റ് സൈഡിലൂടെയാണ് പോകേണ്ടത്, വലിയ വണ്ടികളൊക്കെ. പക്ഷേ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നാട്ടിൽ ബസ്സും ലോറിയൊക്കെ ഫാസ്റ്റ് ട്രാക്ക് കൂടെ അങ്ങനെ പോകും. അത് പിന്നെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അതിനൊക്കെ ശരിക്കും ബോധവൽക്കരണം, അതിനൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ശരിക്കും ഈ ഇപ്പോൾ ഉണ്ടാക്കി വരുന്ന ഹൈവേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നാട്ടിൽ ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പിന്നെ റോട്ടുമ്മ. എന്നാലും അത്ര വലിയ തിരക്കില്ല കേട്ടെന്ന്.
എന്ത് സംഭവം എന്നറിയില്ല. സാധാരണ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നിൽക്കണ ഈ പോണ ഇവിടെയൊക്കെ വണ്ടി പതുക്കെ പതുക്കെ പോരുള്ളൂ കേട്ടോ. കാരണം അത്രയും ബ്ലോക്ക് ആയി, കാരണം അത്രയും വണ്ടികളാണ്. പറയുമ്പോൾ ഇത് 4 ട്രാക്കാണ്. എന്നിട്ടും കാരണം ഓരോ ദിവസങ്ങളും വണ്ടികൾ ഇങ്ങനെ ഇറങ്ങല്ലേ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് GCC കൺട്രീസിൽ ഏറ്റവും കൂടുതൽ റഫായിട്ട് ഓടിക്കുന്നത് ഒരു പക്ഷേ സൗദിയിലേക്കാണ് കേട്ടോ. സൗദിയിൽ ഡ്രൈവ് ചെയ്തവർക്കൊക്കെ അറിയാതെ ആ കാര്യം. കാരണം ഇവിടെ ഭയങ്കര റഫായിട്ടാണ് മിക്കവാറും സൗദികളും ഓടിക്കൽ. കാരണം ഇനിയിപ്പോൾ അങ്ങനെ റഫായിട്ട് ഓടിക്കുകയാണെങ്കിലും അതിലൊരു രസമുണ്ട് കേട്ടോ കാണാൻ. എന്താ പറയുക, ഒരു ത്രില്ലാണ് ഇവിടെ വണ്ടി ഓടിക്കാൻ തന്നെ. ചിലർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്, ചിലർക്കാണെങ്കിൽ അത് പറ്റൂല കേട്ടോ. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ സ്ലോവിൽ ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മിക്കവാറും മീഡിയം ട്രാക്കിലാണ് പിടിക്കൽ കേട്ടോ. കാരണം ഫാസ്റ്റ് ട്രാക്ക് പിടിച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചവിട്ടി മടുക്കും. അപ്പോൾ മീഡിയം ട്രാക്കിലാകുമ്പോൾ അല്ലാതെ ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി. പക്ഷേ പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല, റോഡ് ഫ്രീ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാസ്റ്റ് ട്രാക്കിൽ പോകാനാട്ടോ. കാരണം അത് ഇപ്പോൾ 100-ൻ്റെതാണെങ്കിൽ നമുക്ക് 100-ലാണ്ട് പിടിച്ചാൽ നമുക്ക് കറക്റ്റ് ടൈമിന് എത്താം. പിന്നെ അതൊരു രസമാണ് അങ്ങനെ ഡ്രൈവ് ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് തിരിയണം, റൈറ്റിക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുന്നിൽ പോണ വണ്ടി തന്നെയല്ല, ഇത് വൈക്കോൽ വണ്ടിയാണ് കേട്ടോ. ഈ ഒട്ടകത്തിനും ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഈ ജിസാൻ ഭാഗത്തേക്കാണ് ഇത് പോണത്. ഏതായാലും വവലോക്കിൻ്റെ ട്രക്കാണ് കേട്ടോ. അത് മൊത്തം വൈക്കോലാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാളിയിട്ടുണ്ടെങ്കിലൊക്കെ പണി പാളും. പെട്ടെന്ന് കത്തി പിടിക്കുന്ന സാധനമല്ലേ. ഈ റെഡ് സൈഡിൽ കാണുന്നത് ഈ ഒഴിഞ്ഞ സ്ഥലം, ഇതൊക്കെ ഒരു വർഷം മുമ്പ് ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളായിരുന്നു കേട്ടോ. തുരുതുരേ ബിൽഡിങ്ങുകൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇവിടെ സൗദിയിലുള്ളവർക്ക് മനസ്സിലാവും. ഇതൊക്കെ പൊളിച്ചു പോയത് കേട്ടോ. വിഷൻ 2030 എന്നുള്ളൊരു പദ്ധതിൻ്റെ ഭാഗമായിട്ട് ഇവരൊക്കെ പൊളിച്ചു പോയത്. ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലമാണ് സൗദിയിൽ പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരും കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ അവസ്ഥ. അപ്പോൾ അതൊക്കെ ഇവ മേടി ശരിയാക്കിക്കാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് വരുന്നൊരു വണ്ടിക്ക് സിൽവർ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ആ പെയിൻറ്റ് മൊത്തം എൻ്റെ ബ്ലാക്ക് വണ്ടിമൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പോളിഷ് ചെയ്യേണ്ടി വരും. ചങ്ങായിമാരെ പരിപാടി കഴിഞ്ഞിട്ടോ, വർഷാപ്പത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ഒന്ന് പിന്നെ പോളിഷ് ചെയ്യാൻ കൊണ്ടുപോകണം. കാരണം ഞാൻ നേരത്തെ കാണിച്ചില്ല, പെയിൻറ്റിങ്ങും മെക്കാനിക്കും എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് ആ സിൽവർ പെയിൻ്റൊക്കെ വണ്ടിമൊക്കെ പറയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഉണ്ടായത്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് കാണിക്കുന്നുണ്ട് വണ്ടിമ, ബ്ലാക്ക് ആയതുകൊണ്ടേ. അപ്പം ഇനി പോളിഷ് ചെയ്യാൻ പറഞ്ഞു കഫീൽ. അപ്പോൾ ഇനി പോളിഷിൻ്റെ വർക്ക് നോക്കിയിട്ട് അവിടെ പോകണം. ഓക്കെ, ഞങ്ങളോട് അന്ന് പറഞ്ഞു വർക്ക്ഷോപ്പ് ഏരിയ കുറച്ച് കാണിച്ചു തരാം. അന്നൊക്കെ പറ്റിയില്ല. ഞാൻ അന്ന് കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ മൊത്തം ലോക്കൽ വർക്ക്ഷോപ്പ് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്ത് ലോക്കൽ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഇതിന് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുക എന്താ പണി, പിന്നെ എന്താ പണിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആൾക്കാർ ഇങ്ങനെ റോട്ടിൽ നിന്ന് നിൽക്കുകയാണ്. ഐസ്ക്രീം വണ്ടി ഇതാ, ഒരു ഐസ്ക്രീം മേടിച്ച് വെച്ചാൽ നല്ല ചൂടുണ്ട്. ഒരു ഐസ്ക്രീം മേടിക്കട്ടെ. हाय भाई, अस्सलाम वालेकुम। कम आधा 3 रियाल है, 5 रियाल है। कौन सा वाला? वनीला मैंगो है, वनीला चॉकलेट है। एक मैंगो दे दो, तीन रियाल बस। ഓക്കെ, ചങ്ങന്മാരെ പുറത്ത് പെരും ചൂടിട്ടാ. അപ്പോൾ ഞാനൊരു ഐസ്ക്രീം മേടിച്ച് 3 റിയാല്. 3 റിയാൽ ചെറുതാണ്, എന്നാലും ഈ ചൂടത്താരും വേങ്ങിപ്പോയി. ഇപ്പോൾ ഐസ്ക്രീമിന് പറ്റിയ ടൈമാണ്. ചൂട് തുടങ്ങണുള്ളൂ കേട്ടോ സൗദിയിൽ. അപ്പോൾ ഇങ്ങനെ ചൂടാണ്. ഒരു 1-2 മാസം കൂടെ കഴിഞ്ഞാൽ പറയേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം. ഇവിടെ കഴിഞ്ഞ് പൊളിച്ച് പോകട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഒഴിഞ്ഞ സ്ഥലം, അതുപോലെ ആവട്ടെ ഇവിടെയും. ഇവിടെയൊക്കെ മൊത്തം പൊളിച്ച് ഫുള്ള് കടകളും വേറെ സ്ഥലത്തേക്ക് മാറ്റും വരും.
അപ്പോൾ ഞാൻ കഫീലിനോട് ചോദിച്ചു എന്താണ് ഇവിടെ കൊടുന്നിക്കാണ്ട് വർക്ക് ചെയ്യണത്, കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഡെൻറ്റിങ്ങും എല്ലാം ഒരിടത്തായിട്ട് ഇപ്പോൾ ആകെ സിൽവർ പെയിൻ്റൊക്കെ പാറിയിക്കണം വണ്ടിമക്ക്, വണ്ടീൻ്റെ ഗ്ലാസ്സുമൊക്കെ അയക്കണം. അപ്പോൾ കഫീൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കൊടുന്നാൽ പെട്ടെന്ന് കിട്ടും, പിന്നെ കമ്പനി കൊണ്ടുപോയാൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് വണ്ടി എപ്പോഴും ആവശ്യമുള്ളതാണ് അവർക്ക്, അപ്പോൾ പിന്നെ ടൈമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് കണ്ടിട്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഫീലിന് വിളിച്ചപ്പോൾ ഇനി പോളിഷ് പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പോളിഷ് ചെയ്യണതിന് മുന്നേ സോക്ക് അപ്സർ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ സോക്ക് അപ്സർ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ വർക്ക്ഷോപ്പ് തേടിക്കാനാണ് ഇപ്പോൾ ഞാൻ പോണത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ കാണുമല്ലെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിട്ടാ. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പക്ഷേ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. ഇവിടെ എല്ലാ വണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടിയും കാര്യങ്ങളും ലീഗലായിട്ടും അൺലീഗലായിട്ടും ഒക്കെ നടക്കുന്ന ഏരിയ ഉണ്ട്. ഒരുപാട് കണ്ടമാനം ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഓടിയാൽ എത്തൂല. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അധികം ആണ്ടാണ് പെട്ടെന്ന് റെഡി ആയി കിട്ടണമെങ്കിൽ ആണ്ടാണ് കേട്ടോ കൊണ്ടുവരൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഫീലും പിന്നെ കഫീലിൻ്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ അവിടെ അത്യാവശ്യം കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണി കഴിച്ച് കിട്ടും കേട്ടോ എപ്പോൾ ചെന്നാലും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആണ്ട് പോണത്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ റേറ്റും ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ അവർ. നിങ്ങൾ ഒന്ന് വീഡിയോ കാണാലോ, ഒന്ന് ലൈക്ക് അടിച്ച് കാണും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കൊരുപാട് വീഡിയോസ് ഇനി ഇടണമെന്നുണ്ട്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ കടയ്ക്ക് വണ്ടി കയറ്റാണ്. ബാക്കി വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരുപാട് ടൈമായി, വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടി. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഞാൻ. അതുവരെ ബൈ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്.